നമസ്കാരം. ചോറ്റാനിക്കരയിൽ പോക്സോ കേസ് അതിജീവിത വീടിനുള്ളിൽ ക്രൂരമായ ബലാത്സംഗത്തിനിരയായതായി സംശയം. 3 ദിവസമായി അതീവ ഗുരുതരാവസ്ഥയിൽ 20-കാരി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ICUവിൽ അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും പിടികിട്ടിയിട്ടില്ല. യുവതിക്ക് സംസാരിക്കാൻ കഴിയാത്തതാണ് ഇതിന് കാരണം. തലച്ചോറിന് കാര്യമായ ക്ഷതമേറ്റിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച പകൽ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ അർദ്ധനഗ്നയായ നിലയിൽ പെൺകുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. അമ്മയുടെ പരാതിയിൽ ബലാത്സംഗത്തിനും കൊലപാതക ശ്രമത്തിനും ചോറ്റാനിക്കര പോലീസ് കേസെടുത്തു. രഹസ്യഭാഗങ്ങളിൽ രക്തമാർന്ന നിലയിലായിരുന്നു. കഴുത്തിൽ കയർ മുറുക്കിയ പാടുമുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ കോട്ടയം സ്വദേശിയായ ആൺസുഹൃത്ത് പോലീസ് നിരീക്ഷണത്തിലാണ്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടില്ല. സമീപ പ്രദേശത്തെ CCTV അടക്കം പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. അമ്മയും മകളും മാത്രമാണ് വീട്ടിലുള്ളത്. ഞായറാഴ്ച അമ്മ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് സംഭവം. സാമ്പത്തികമായി നല്ല നിലയിലുള്ള കുടുംബാംഗമായ പെൺകുട്ടിയുടെ അച്ഛൻ ഒപ്പമില്ല. ഉച്ചയ്ക്ക് അടുത്ത ബന്ധു വീട്ടിലെത്തി. വിളിച്ചിട്ടും മറുപടി കിട്ടാതെ ജനലിലൂടെ നോക്കിയപ്പോഴാണ് ബോധരഹിതയായ നിലയിൽ കട്ടിലിൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. പിൻവാതിലിൽ തുറന്ന നിലയിലായിരുന്നു. യുവതിയെ ആദ്യം തൃപ്പൂണിത്തറയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. നില ഗുരുതരമായതിനാൽ എറണാകുളത്തെ പ്രമുഖ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. 3 വർഷം മുൻപ് പെൺകുട്ടി ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കെയാണ് പതിവായി സഞ്ചരിച്ചിരുന്ന സ്വകാര്യ ബസ്സിലെ 2 ജീവനക്കാർ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. 4 മാസം മുൻപ് പരാതി നൽകിയതിനെ തുടർന്ന് ബസ് ജീവനക്കാർ അറസ്റ്റിലായി. അടുത്തിടെയാണ് ഇവർക്ക് ജാമ്യത്തിൽ ഇറങ്ങാൻ സാധിച്ചത്. ഇവരും സംശയത്തിലാണ്. ഈ പ്രതികളെയും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലും എടുക്കാത്തത്. യുവതിക്ക് ആരോഗ്യനില വീണ്ടെടുക്കാനായാൽ മാത്രമേ പോലീസിന് മൊഴി ലഭിക്കൂ. യുവതിയുടെ കയ്യിലെ മുറിവ് ഉറുമ്പരിച്ച നിലയിലായിരുന്നു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ഞായറാഴ്ച വീടിന് സമീപം വന്നുപോയ തലയോലപ്പറമ്പ് സ്വദേശിക്കായും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്.